അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. ഇന്ത്യ ന്യൂസിലൻഡിനെതിരെ എത്ര വിക്കറ്റിനാണ്? 4 വിക്കറ്റിനാണ് ജയിച്ചിരിക്കുന്നത്. പറയൂ, ആ ജയത്തെക്കുറിച്ച് എങ്ങനെയാണ് തോന്നുന്നത്? ത്രില്ലിംഗ് ആയിരുന്നു എന്ന് പറയുന്നത്. ഇവിടെ വളരെ ഒരു ആധികാരികമായ ഒരു ജയമാണ് ഇന്ത്യ നേടിയത്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജയപരാജയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊരു മത്സരമായിരുന്നു. തീർച്ചയായിട്ടും ഇന്ത്യ ഒരു ജയം അർഹിച്ചിരുന്നു. ഇന്ത്യ 301 റൺസ് എന്ന ഒരു വിജയലക്ഷ്യമാണ് ആദ്യം. അത്യാവശ്യം വലിയൊരു ടാർഗറ്റ്. തീർച്ചയായിട്ടും വലിയ അത്യാവശ്യം ആ സ്റ്റേഡിയത്തിൽ അത്യാവശ്യം നല്ലൊരു സ്കോറാണ് ന്യൂസിലൻഡ് കണ്ടെത്തിയത്. നമുക്ക് ഇനി ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഓപ്പണർമാരായി രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമാണ് പാടുകെട്ടി ഇറങ്ങിയത്. അതിൽ എടുത്തു പറയേണ്ടത് രോഹിത് ശർമ്മയുടെ പ്രകടനമാണ്. രോഹിത് ശർമ്മ 29 പന്തിൽ 3 ബൗണ്ടറിയും 2 സിക്സും ഉൾപ്പെടെ 26 റൺസാണ് രോഹിത് ശർമ്മ അടിച്ചെടുത്തത്. രോഹിത് ശർമ്മ അതിൽ ഈ രോഹിത് ഓപ്പണിംഗില് ഈ 2 സിക്സും ബാക്കി എത്ര 4 അദ്ദേഹം അടിച്ച? 3 4. ഇത് അദ്ദേഹത്തിന്റെ സ്വസിദ്ധമായ ശൈലിയിൽ ഈ കളി കാണാതിരിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ ആ കൂറ്റനാടി ഒരു നല്ല വളരെ ത്രില്ലിംഗ് ആണ്. അദ്ദേഹം 2 സിക്സ് നല്ല ചേതോഹരമായ വളരെ മനോഹരമായ ആ സ്ട്രോക്കാണ് അദ്ദേഹത്തിന്റെ സ്ട്രോക്ക്. അപ്പൊ അത്തരത്തിൽ അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയ ഒരു ത്രില്ലിംഗ് ആയി വരുന്ന സമയത്താണ് അദ്ദേഹം 29 റൺസിനാണ് ഔട്ടായത് അല്ലെ? 26 റൺസിനാണ് ഔട്ടായത്. അത് ശരിക്കും പറഞ്ഞാൽ ആരാധകർക്ക് ഒരു ചെറിയ നിരാശയുണ്ടായി. അപ്പൊ അദ്ദേഹം ഒരു പ്രത്യേക നാഴികക്കല്ല് കൂടി പുറത്തു. അതായത് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന വെസ്റ്റ് ഇൻഡീസ് താരം ക്രിസ് ഗെയിലിന്റെ റെക്കോർഡ് അദ്ദേഹം ബ്രേക്ക് ചെയ്തു. അതൊരു സന്തോഷം ഇന്ത്യൻ ആരാധകർക്ക് തീർച്ചയായിട്ടും സന്തോഷം. രോഹിത് ശർമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പുൾ ഷോട്ട് അദ്ദേഹം സിക്സ് ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള പുൾ ഷോട്ടുകളാണ്. പിന്നെ ഫ്രണ്ട് ഫുട്ട് കയറിയുള്ള അദ്ദേഹത്തിന്റെ ചില അറ്റാക്കിങ് അതൊക്കെ മനോഹരമായ രീതിയിൽ അദ്ദേഹം ചെയ്യുന്ന ഒരാളാണ്. പറഞ്ഞോളൂ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ശുഭ്മാൻ ഗില്ലിന്റെ കളി നമ്മൾ എടുത്തു പറയാം. നമുക്കറിയാം, ശുഭ്മാൻ കഴിഞ്ഞ കുറെ നാൾ, പ്രത്യേകിച്ച് 2020 കഴിഞ്ഞ ഒരു 26, 18, 19 മത്സരങ്ങളിൽ നിന്ന് ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാതിരുന്ന ശുഭ്മാൻ ഗിൽ ഇന്നലെ അർദ്ധ സെഞ്ചുറി നേടി. ക്യാപ്റ്റനാണ് അദ്ദേഹം. തിളങ്ങി 71 പന്തിൽ അദ്ദേഹം 56 റൺസ് എടുത്തു. അപ്പൊ അവിടെ എനിക്ക് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. അതായത് ശുഭ്മാൻ ഗില്ല് തിളങ്ങി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. തിളങ്ങെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം 2020 അദ്ദേഹം 2020 ഫോർമാറ്റിലേക്ക് പറ്റിയ ആളല്ല. അപ്പൊ ഈ പറയുന്ന IPL അദ്ദേഹത്തിനെ സംബന്ധിച്ച് ശുഭ്മാൻ ഗിൽ, ഞാൻ അദ്ദേഹത്തിന്റെ കളി അദ്ദേഹം വലിയൊരു താരമായി മാറി. ഗുജറാത്ത് ടൈറ്റൻസ് അതിനു മുമ്പ് തന്നെ അദ്ദേഹം വേറെ ഏത് ഇതിലാണ് ഉണ്ടായിരുന്നത്? ടൈറ്റൻസ് അല്ലാതെ അദ്ദേഹം തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് ആ ക്ലബ്ബ് പെട്ടെന്ന് ആ ഫ്രാഞ്ചൈസി എനിക്ക് ഓർമ്മ വരുന്നില്ല. ഏതായാലും അദ്ദേഹം നല്ല സ്ട്രോക്കിന്റെ ഒക്കെ ആളാണ്. അപ്പൊ 2020 ഫോർമാറ്റിലേക്ക് അദ്ദേഹം പറ്റിയ ആളല്ല. 2020 ഫോർമാറ്റിലേക്ക് പറ്റിയ ആളല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുത്തി തിരികി അതിനകത്തോട്ട് കയറ്റാൻ സാധിക്കും. അതായത് നമ്മൾ മുമ്പ് പല ഡിസ്കഷനും പറഞ്ഞതാണ്. അതായത് അദ്ദേഹം ഈ കഴിഞ്ഞ ഏഷ്യ കപ്പ് മുതൽ പിന്നീടുള്ള ഒരു 17, 18 2020 മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വിലയിരുത്തിയാൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും ഗൗതം ഗംഭീറിന്റെയും അജിത് അഗർക്കറിന്റെയും മാനസപുത്രനായത് കൊണ്ട് മാത്രം ടീമിൽ തുടർന്ന ഒരു താരമാണ് ശുഭ്മാൻ ഗില്ല്. കാരണം ഇതിനകത്ത് ഒരു ചെറിയ കാര്യം പറയേണ്ടി വരും. ശുഭ്മാൻ ഗില്ല് അവരുടെ മാനസപുത്രനാണെന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ട്രോക്കല്ല, നല്ല സ്ട്രോക്ക് ഒക്കെയാണ്, നല്ല പ്ലെയർ ആണ്. ഫുട് വർക്ക്, അദ്ദേഹത്തിന്റെ സ്ട്രോക്കുകൾ, അദ്ദേഹം വളരെ നല്ല നയനമനോഹരമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സ്ട്രോക്കുകൾ. ഓഫ് സൈഡിലേക്ക് ആ സ്ട്രോക്കൊക്കെ നല്ല ഭംഗിയുള്ള സ്ട്രോക്കാണ്. അപ്പൊ എനിക്ക് ഇതിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. 2020 ഫോർമാറ്റിലേക്ക് ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന് 50 ഓവറിലേക്ക് കൊണ്ടുവരുമ്പോൾ, 50 ഓവർ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അതും ഈ പറയുന്ന 50 ബോളിൽ അല്ലെ, 71 ബോളിലാണ് അദ്ദേഹം 56. വലിയ കാര്യമൊന്നുമല്ല. ബാക്കി നമുക്ക് സംസാരിക്കാം. അദ്ദേഹം 71 ബോളിലാണ് 56 എടുത്തത്. 3 ബൗണ്ടറി അടിച്ചു, 2 സിക്സും അദ്ദേഹം അടിച്ചു. 2 സിക്സ് ഉണ്ട്. അതൊരു വലിയ കാര്യം. നമുക്ക് ഇനി എടുത്തു പറയേണ്ടത് മറ്റു താരം വിരാട് കോഹ്ലിക്ക് നമുക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം 7 റൺസ് അകലെ വെച്ച് അദ്ദേഹത്തിന് സെഞ്ചുറി നഷ്ടമായി. അദ്ദേഹം തീർച്ചയായും നല്ല ബാറ്റിംഗ് ആയിരുന്നു. ഞാൻ കണ്ടിരുന്നു, മത്സരം ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം നടത്തിയ 8 ബൗണ്ടറി അദ്ദേഹം അടിച്ചു, 1 സിക്സ് അടിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം സിംഗിളുകളും ഡബിളുകളും അദ്ദേഹം ഒരുപാട് ഓടിയെടുത്തു. 8 ബൗണ്ടറി എന്ന് പറയുമ്പോൾ കേവലം 32 റണ്ണും 32ഉം അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 38 റൺസ്, സിക്സും ബൗണ്ടറിയും കൂടി 38 റൺസ് മാത്രമേ അദ്ദേഹം എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം സിംഗിളുകളും. അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് പ്രശ്നമൊന്നും അദ്ദേഹം വയസ്സായെന്ന് പറഞ്ഞവർ, പ്രത്യേകിച്ച് ഗൗതം ഗംഭീറിനും അഗാക്കറിനുള്ള മനോഹരമായ ക്രിയാത്മകമായ പോസിറ്റീവായ ഒരു മറുപടിയാണ് അദ്ദേഹത്തിന് അദ്ദേഹം വയസ്സായി, അദ്ദേഹത്തിന് 37 വയസ്സല്ലേ? അതുകൊണ്ട് ഇവരെയൊക്കെ മാറി നിൽക്കണം എന്ന രീതിയിലൊക്കെ ഇവിടുത്തെ ഭയങ്കരമായ വിദഗ്ധന്മാർ പറഞ്ഞ അവസരത്തിലാണ് ഈ സിംഗിൾ ഇത്രയും അദ്ദേഹം എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ കളി കാണുമ്പോൾ 90 റൺസ് വരെ അദ്ദേഹത്തിന്റെ കളി കണ്ടു. അപ്പൊ അദ്ദേഹം എനിക്ക് തന്നെ ഒരു ടെൻഷനാണ്, സെഞ്ചുറി അടിക്കുമോ. എന്നാൽ ഒരു ചെറിയ പിഴവിന്റെ പുറത്താണ് അദ്ദേഹത്തിന് കെയിൽ ജാമിസൺ
മിച്ചൽ ബ്രേസ്വെൽ എന്ന് പറഞ്ഞ പ്ലെയറിന്റെ അടുത്ത് അദ്ദേഹം ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു. നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കളിക്കാരൻ ശ്രേയസ് അയ്യരുടെ കളി തിരിച്ചുവരവ് എടുത്തു പറയേണ്ടതാണ്. നമുക്കറിയാം ഓസ്ട്രേലിയൻ പര്യടനത്തിനാണ് അദ്ദേഹത്തിന് പരിക്കേറ്റ് അദ്ദേഹം കുറച്ച് നാളോളം അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. പിന്നീട് ഇപ്പോൾ ഫിറ്റ്നസ് തെളിയിച്ചു വന്നു. ശ്രേയസ് അയ്യർ മനോഹരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 47 പന്തിൽ അദ്ദേഹത്തിന് 1 റൺസ് അകലെ വെച്ച് അർദ്ധ സെഞ്ചുറി നഷ്ടമായി. 49 റൺസ് എടുത്ത് ശ്രേയസ് അയ്യർ പുറത്താവുകയായിരുന്നു. 4 ബൗണ്ടറി അടിച്ചു, അദ്ദേഹം 1 സിക്സ് അടിച്ചു. പിന്നെ അവസാന ഓവറുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ വിക്കറ്റുകൾ പെട്ടെന്ന്, പക്ഷേ ശ്രേയസ് അയ്യരും രവീന്ദ്ര ജഡേജയും പോയത് ഇന്ത്യ ഒരു പരാജയ ഭീതി മണത്തു. എന്നാൽ എടുത്തു പറയേണ്ടത് കെ എൽ രാഹുലിന്റെയും വാഷിംഗ്ടൺ സുന്ദർ. മറ്റൊരു എടുത്തു പറയുന്നത് നമുക്കറിയാം ഹർഷിത് റാണയുടെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. കാരണം അവസാന നിമിഷങ്ങളിൽ സ്കോറിംഗിന് വേഗം കൂട്ടി. 23 പന്തിൽ 29 റൺസ് എടുത്തു, 2 ബൗണ്ടറിയും 1 സിക്സും. അങ്ങനെ അവസാന 12 ബോളിൽ 12 റൺസ് വേണമുള്ളപ്പോഴാണ് കെ എൽ രാഹുൽ 2 ബൗണ്ടറിയും 1 സിക്സും അടിച്ചുകൊണ്ട് അദ്ദേഹം കളി ജയിപ്പിക്കുകയായിരുന്നു. അതായത് 301 റൺസാണ് വേണ്ടത്, ഇന്ത്യ 306 റൺസ് എടുത്തു. അങ്ങനെ 4 വിക്കറ്റിന്റെ ആധികാരിക ജയമാണ് ഇന്ത്യ സ്വന്തമാക്കി. എത്ര വണ്ടിയാണുള്ളത്? 3 വണ്ടിയാണ്. ഇനിയിപ്പോ 2 വണ്ടി കൂടിയുണ്ട്. 5 20-20 ഉണ്ട്. ഇനി അടുത്ത വണ്ടി ബുധനാഴ്ച. അപ്പൊ ബുധനാഴ്ചയാണ്. അത് ഏത് സ്റ്റേഡിയം? അത് രാജ്കോട്ടാണോ സംശയമുണ്ട്. ശരി, രാജ്കോട്ട് നോക്കാം. ഇനിയിപ്പോ ഈ 3 വണ്ടിക്ക് ശേഷം 5 20-20 മത്സരങ്ങളുണ്ട്. അതിൽ ഒരു 20-20 മത്സരം തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിലാണെന്നത് പ്രത്യേകിച്ച് മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ്. സഞ്ജു വി സാംസന്റെ പ്രകടനം നേരിട്ട് കാണാനുള്ള ഒരു അസുലഭ അവസരം ക്രിക്കറ്റ് പ്രേമികൾക്ക് ലഭിക്കും. ഇനി നമുക്ക് ന്യൂസിലൻഡിന്റെ 2020 പറയുമ്പോൾ യുവരാജാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ മെന്റർ. നമുക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഷോട്ടുകളൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമല്ലേ? തീർച്ചയായിട്ടും. ബാക്കിയോട് നമുക്ക് പറഞ്ഞ നമുക്ക് ന്യൂസിലൻഡിന്റെ പ്രകടനത്തിലേക്ക് വരികയാണെങ്കിൽ കോൺവേ, അവർ ഓപ്പണർമാരായ കോൺവേയും നിക്കോളാസും ആദ്യ കൂട്ടുകെട്ടിൽ എടുത്തു പറയേണ്ടതാണ്. കോൺവേ 56 റൺസ് എടുത്തു, നിക്കോളാസ് 62 റൺസ് എടുത്തു. അതുപോലെ ഡാരൻ മിച്ചൽ മധ്യ ഓവറുകളിൽ ആഞ്ഞടിച്ചുകൊണ്ട് 71 പന്തിൽ 84 റൺസ് എടുത്തു. അങ്ങനെ ന്യൂസിലാൻഡ് താരതമ്യേന മികച്ച ഒരു കളിയാണ് കാഴ്ചവെച്ചത്. 8 വിക്കറ്റ് നഷ്ടത്തിൽ 50 ഓവറിൽ 300 റൺസാണ് ന്യൂസിലാൻഡ് നേടിയത്. ഇനി ഇന്ത്യൻ നിരയിലേക്ക് വരികയാണെങ്കിൽ മുഹമ്മദ് സിറാജ് 2 വിക്കറ്റ് എടുത്തു. എത്ര റൺസ് വിട്ടുകൊടുത്ത? 8 ഓവറിൽ 40 റൺസ് വിട്ടുകൊടുത്ത് അടിച്ചു. അതുപോലെ ഹർഷിത് റാണ 10 ഓവർ എറിഞ്ഞു, 65 റൺസ് വിട്ടുകൊടുത്തു. അവനെപ്പറ്റി ചെണ്ടയാണെന്നൊരു ആരോപണം പണ്ടേ ഉള്ളതാണ്. 65 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടി. പിന്നെ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഗൗതം ഗംഭീറിന്റെ സ്വന്തം ആളാണ്. പിന്നെ ഒരു പ്ലെയർ പ്രസിദ്ധ് കൃഷ്ണയാണ്, ഫാസ്റ്റ് ബോളർ. 9 ഓവർ എറിഞ്ഞു, 60 റൺസ് വിട്ടുകൊടുത്തു, 2 വിക്കറ്റ്. നല്ല റൺമഴയാണ് 2 വിക്കറ്റ് അദ്ദേഹം നേടി. പിന്നെ കുൽദീപ് യാദവ് 9 ഓവർ എറിഞ്ഞു, 52 റൺസ് വിട്ടുകൊടുത്തു, 1 വിക്കറ്റ് നേടി. രവീന്ദ്ര ജഡേജക്കും അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിനും വിക്കറ്റ് ലഭിച്ചില്ല. ജഡേജ 56 റൺസ് വിട്ടുകൊടുത്തു 9 ഓവറിൽ. വാഷിംഗ്ടൺ സുന്ദർ 5 ഓവറിൽ 27 റൺസ് വിട്ടുകൊടുത്തു. എന്തായാലും കളി നല്ല കളിയായിരുന്നു. പുതുവർഷത്തിൽ ഇന്ത്യക്ക് ഒരു പുതിയ കളിയായിരുന്നു. ആവേശകരമായ മത്സരമായിരുന്നു. ഒരു ഏകദിന മത്സരത്തിന്റെ ആ ചൂടും ചൂരും. ഇതില് നമുക്കൊരു കാര്യം എടുത്തു പറയാം. തങ്ങൾക്ക് ഫിറ്റ്നസ് പോയിട്ടില്ലെന്നും തങ്ങൾ ഇപ്പോഴും നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന യുവാക്കളെക്കാൾ വളരെ ഭംഗിയായി കളിക്കുന്നവരാണ് എന്നും രോഹിതും കോഹ്ലിയും പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോട്ടെ 2027 ഇനി ഏകദിന ലോകകപ്പ് നടക്കുന്നത്. ഇനി അതിന് 1 വർഷം മാത്രമേ ഉള്ളൂ. അപ്പൊ തങ്ങൾ ടീമിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ഒഴിവാക്കാനാവില്ലെന്ന് അവരുടെ പ്രകടനങ്ങളിലൂടെ തെളിയിക്കുന്ന കളിയാണ് അവർ കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും.